സാധാരണ ദിവസങ്ങളിലെ ഇവൻറ്റിലൊന്നും നമുക്കൊന്ന് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല. പക്ഷേ ഈ ഇവൻ്റ് അങ്ങനെയല്ല കേട്ടോ, വളരെ സ്പെഷ്യലാണ്. ഇത് നമ്മുടെ അനിയൻ്റെ വെഡ്ഡിങ് ആണ്. അതുകൊണ്ട് തന്നെ 4 ദിവസം മുമ്പ് തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചാൻ്റെ അനിയൻ്റെ വെഡ്ഡിങ് ആണ്. അതുകൊണ്ട് തന്നെ പപ്പയും അനിയനും ഇവൻറ്റിൽ വന്നിട്ടില്ല. ഞങ്ങൾ രാവിലെ മുതലേ പണി തുടങ്ങി. ഇതാണ് അനിയൻ. കല്യാണത്തിൻ്റെ മണ്ഡപം എപ്പോഴെങ്കിലും ശരിയാവുമോ ദൈവമേ എന്നാണ് നോക്കുന്നത്. കാരണം അനിയന്മാരാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് നേരം വഴക്കുണ്ടാക്കാൻ സമയം വേണം. മറ്റു പരിപാടികൾക്കും തമാശയ്ക്കും ഒക്കെ ഒരുപാട് സമയം ഞങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും വന്ന് ഞങ്ങൾ വിശകലനം ചെയ്ത് എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വിലയിരുത്താനും അവരോട് സംസാരിക്കാനൊക്കെ ഞങ്ങൾ ഒരുപാട് സമയം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ മെല്ലെയാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റ് തീർന്നത്. എത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ഇവൻറ്റിൻ്റെ ഒരു 90% ഫുൾഫിൽ ചെയ്തു. ബാക്കി 10% മധുരം വെപ്പിന് ശേഷമാണ് നമ്മൾ ചെയ്ത് തീർത്തത് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് 2 ദിവസം മുമ്പ് തന്നെ ഒരു 90% ആക്കിയത് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.